ആളാണോ? കൊലപാതകം ചെയ്ത ആളാണോ? എന്തെങ്കിലും മോഷ്ടിച്ച ഒരാളാണോ? നിങ്ങൾ ചിന്തിക്കേ, ഇവിടെ എത്രയോ എന്തൊക്കെ ഈ ലോകത്ത് നടക്കുന്നത്. ഒരു സാധാരണ 100 ഗ്രാമേ ഉള്ള കൊച്ചി കല്ലെറിയുമ്പോൾ ഓർക്കണം, അത് കൊള്ളാനുള്ള ത്രാണി അതിനുണ്ടാകുന്നത്. ജീവിച്ചു പോട്ടെ. അവൾക്ക് ഇഷ്ടപ്പെട്ട് അവള് വാങ്ങിച്ചു സുഹൃത്തല്ലേ കരിഷ്മ? വാച്ചല്ല അവളുടെ ഇഷ്ടം. ഞാനിങ്ങനെ വാച്ചിട്ട് കണ്ടിട്ടില്ലല്ലോ. അവള് ഗിഫ്റ്റ് ചെയ്താണ്. അറിയില്ല, നമ്മളൊന്നും ചോദിച്ചില്ല. കരിഷ്മയാണ് ഡ്രസ്സൊക്കെ മേടിച്ച് തരാറ്. വാച്ചും കരിഷ്മ ഗിഫ്റ്റ് ചെയ്തതാണ്. എൻ്റെ പ്രിയപ്പെട്ട രേഷ്മ പി തങ്കച്ച, സ്വന്തം കാശിന് നിങ്ങൾ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. അതും പോട്ടെ, ഈ ഓൺലൈൻ മീഡിയക്കാരെ കാണുമ്പോഴത്തേക്ക് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ അങ്ങ് ദാരിദ്ര്യവാസി ചമയുന്നത്? അല്ല, എനിക്ക് അറിയാൻ പാടില്ലായിട്ടായി ചോദിക്കുന്നത്. എന്ത് വായിന്ന് മൊഴിഞ്ഞാലും അയ്യോ അത് നമ്മുടെ ഒന്നുമില്ല, എല്ലാം കരിഷ്മയാണ് മേടിച്ചു തരുന്നത്, വാച്ചും കരിഷ്മയാണ് മേടിച്ചു തരുന്നത്. ഈ ആൽബങ്ങൾ അഭിനയിക്കുന്നു, ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിക്കുന്നു, പിന്നെ എന്താണ് ഈ ഇനാഗുറേഷനൊക്കെ പോകുന്നു. ചേച്ചിക്ക് ഒന്നും കിട്ടാറില്ലേ? എന്തെങ്കിലും ഒന്ന് സ്വന്തം കാശിന് മേടിച്ചിട്ടൂടെ? ഇല്ലെങ്കിൽ സ്വന്തം കാശിന് എന്തെങ്കിലും ഒന്ന് ചെയ്തുകൂടെ? ഇപ്പൊ ആ വീടിന്റെ കേസിൽ നമ്മൾ കേട്ടതാണല്ലോ, വീട് വെച്ച് കൊടുത്തവരെ തന്നെ ലാസ്റ്റ് കുറ്റം പറഞ്ഞ് ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഇനിയിപ്പം കരിഷ്മ എന്ന് പറയുന്ന സ്ത്രീയെ നിങ്ങൾ എവിടെയെങ്കിലും വരുന്നത് കാണുന്നുണ്ടെങ്കിൽ ഓർത്ത് വെച്ചോ, നാളെ നിങ്ങൾക്കെതിരെയും തിരിയും. മനസ്സിലായില്ലേ? നാളെ ഒരു കൂട്ടം ജനങ്ങൾ ഈ രേഷ്മ പി തങ്കച്ചിന്റെ വസ്ത്രത്തെയോ അല്ലെങ്കിൽ വസ്ത്രം കൊള്ളത്തില്ലെന്നോ വാച്ച് ഉടായിപ്പാണെന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ രേഷ്മ പി തങ്കച്ചൻ പറഞ്ഞു കളയും, അയ്യോ എനിക്കൊന്നും അറിയാൻ പാടില്ല, എൻ്റെ കാശൊന്നും ഇല്ലായിരുന്നു, എല്ലാം കരിഷ്മയുടെ സാധനം, കരിഷ്മയാണ് എല്ലാം മേടിച്ചു തന്നത് എന്ന് പറഞ്ഞ് നൈസായിട്ട് ചിലപ്പോൾ കരിഷ്മയുടെ തലയ്ക്കും വെച്ച് തരും. അതൊന്ന് ആലോചിച്ചാൽ കൊള്ളാം. അല്ല, നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, ഓൺലൈൻ മീഡിയക്കാരെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് മറ്റേ ദാരിദ്ര്യവാ, പാവം മൊത്തത്തിൽ അങ്ങ് ദാരിദ്ര്യവാ, എല്ലാം ആരുടെയെങ്കിലും ഒക്കെ ദാനവാ. ഇത് പറയാനൊരു ഉളുപ്പില്ലേ? നമുക്കിപ്പോൾ ആരെങ്കിലും ഒരാൾ ഡ്രസ്സ് മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് നാട് നീടെ പറഞ്ഞുകൊണ്ട് കിടക്കുമോ? ഇതേപോലെ ഓൺലൈൻ മീഡിയക്കാർ വന്നു കഴിഞ്ഞാൽ അവരുടെ ഒക്കെ മുന്നിൽ നമ്മൾ നിന്നിട്ട് അയ്യോ എൻ്റെ ഒന്നും ഇല്ല, ഇത് വാച്ച് ദേ കരിഷ്മ, ഡ്രസ്സ് എല്ലാം കരിഷ്മ, ഇങ്ങനെയൊക്കെ പറയുമോ ആരെങ്കിലും? എനിക്കറിയാൻ പാടില്ല. എന്താണെങ്കിലും നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകാം. കുറച്ച് കാര്യങ്ങളുണ്ട് രേഷ്മ പി തങ്കച്ചനുമായിട്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കാൻ. കൂടുതലായിട്ടുള്ള ഡീറ്റെയിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. പിന്നെ വീഡിയോയുടെ ഒക്കെ താഴെ ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും, അതിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി കുറച്ച് കാര്യങ്ങൾ നമ്മുടെ രേഷ്മ പി തങ്കച്ചന് പറയാനുണ്ട്, നമുക്കത് കേൾക്കാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് പറയാനുള്ളത് പറയാം. അപ്പൊ ഇത് തന്നെ കേട്ട് തുടങ്ങിക്കോ. ഈ ബെഡ്റൂം ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ ആളുള്ളപ്പോ പറഞ്ഞിട്ടൊക്കെ അല്ലേ എടുക്കേണ്ടത്. അത് ആരെ എന്താണെന്നൊന്നും എനിക്കറിയില്ല. കിച്ചു എന്തെങ്കിലും പറയുന്നതായിട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അതെന്തെങ്കിലും പറയട്ടെ. കിച്ചു, എൻ്റെ മകൻ കിച്ചുവിൻ്റെ കാര്യം എനിക്ക് നോക്കിയാൽ പോരെ. കിച്ചു എന്തായാലും മീഡിയയ്ക്ക് മുന്നേ വന്ന് രേണുമ്മ അങ്ങനെയാണ് ഇങ്ങനെ എന്തെങ്കിലും പറയാൻ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പം പിന്നെ അതിനകത്തൊന്നും പ്രസക്തിയില്ലേ ചെയ്ത്? ഒരു പ്രസക്തിയില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, ഇനിയിപ്പോൾ എന്തൊക്കെ രേണു അമ്മയുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചു എന്ന് പറഞ്ഞാലും ഞാനൊരു കാര്യം തുറന്ന് നിങ്ങളോട് പറയട്ടെ. കിച്ചു ഒരക്ഷരം പറയത്തില്ല, ഒരക്ഷരം ആ പയ്യൻ മുന്നോട്ട് വന്ന് പറയില്ല. അതിന് കാരണമുണ്ട്. ആ കാരണം ഞാൻ അറിഞ്ഞു, എനിക്കത് പുറത്ത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ കയ്യിൽ തെളിവില്ല. നമ്മൾ ഒരാൾ പറഞ്ഞൊക്കെ അറിയുന്ന കാര്യമാണ്, അത് വെറുതെ ഒരു തെളിവില്ലാതെ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്നാൽ കൂടി നമ്മൾ അറിഞ്ഞത് വെച്ചിട്ട് മിണ്ടത്തില്ല. ആ പയ്യനും മിണ്ടത്തില്ല. ആ പയ്യൻ മിണ്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രേഷ്മ പി തങ്കച്ചനും കുറേ കാര്യങ്ങളും മിണ്ടും. അങ്ങനെ ഒരു വലിയ ദുരന്തം, ഒരു വലിയ യുദ്ധം തന്നെ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കും. അതുകൊണ്ടായിരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിണ്ടാതെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷെ അതൊന്നുമല്ല. ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറയുന്ന ഒരു കാര്യം കേട്ടല്ലോ നിങ്ങൾ, അതുമായി റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങളിത് ബാക്കി കാണും. ആ വീടിന്റെ വൃത്തി ഞാനുള്ളപ്പോഴാണോ അവിടെ അങ്ങനെ കിടന്നല്ലോ? ഞങ്ങൾ ആരും ഇല്ലാതെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ഇത് കണ്ട്, ഇങ്ങനെ തുണിയെല്ലാം ഇങ്ങനെ മറിഞ്ഞു കിടന്നതിന് വേറൊരു വീഡിയോ. അത് ആരെ എടുത്തത് എനിക്കൊന്നും അറിയത്തില്ല. അവിടെ വീട്ടിലാരും ഇല്ലായിരുന്നു. ഞായറാഴ്ച എങ്ങാണ്ട് വന്ന് വീട്ടിലാരും ഇല്ലായിരുന്നപ്പോൾ ഏതോ ഒരാൾ വന്നിട്ട് വീട്ടിനകത്ത് കയറിയിട്ട് വീടിനകത്ത് വൃത്തിഹീനമായി കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തെന്നാണ് ഈ ചേച്ചി പറയുന്നത്. ചേച്ചി അപ്പം എന്താ വീട് കുത്തി തുറന്നാണ് ആൾ കയറിയത്? അല്ല, എനിക്ക് അറിയാൻ പാടില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ കേസ് കൊടുക്ക്, പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്ക്. നിങ്ങളില്ലാത്ത സമയത്ത് നിങ്ങളുടെ വീടിനകത്ത് ആരോ കുത്തി തുറന്ന് കയറി, കേസ് കൊടുത്തൂടെ? സംഗതി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ?
അവിടെ മറ്റേ എന്താണ് വിടവുണ്ടായിരുന്നല്ലോ, അടയ്ക്കാൻ വന്നൊരു ചേട്ടൻ, അതിനകത്ത് കിടക്കുന്ന കോലാഹലം, ആ വീടിനകം ഒന്ന് വീഡിയോ എടുത്തു. അതിനെയാണ് ഇവർ ഈ പറയുന്നത്. ആ വീടിനകം, ആ വീട്ടിൽ ആരുമില്ലാതെ എന്തായാലും ഒരു പണിക്കാരനകത്ത് കയറി അതെല്ലാം എടുത്തിട്ട് അവിടെ ഷീറ്റിടാനും നിൽക്കത്തില്ലല്ലോ. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക, അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇതാണ് വീടിൻ്റെ അകത്തെ അവസ്ഥയെ. ആ വീടിൻ്റെ അകത്ത് കണ്ട ഈ ഒരു സാധനം എന്തോ അവിടെ ഒട്ടിക്കാൻ വന്ന ഒരു ചേട്ടനാണ്. അപ്പോൾ ആ ചേട്ടൻ എനിക്ക് തോന്നുന്നു അവിടെ കയറാൻ നേരത്തെങ്ങാണ്ട് എടുത്തതായിരിക്കാം ആ ഒരു വീഡിയോ. അങ്ങനെയാണ് ഇത് പുറത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ആ വീടിൻ്റെ ആ ഒരു കട്ടിലൊക്കെ കിടക്കുന്ന കോലം നിങ്ങൾ കണ്ടല്ലോ. ഓക്കെ, വീട്ടിലെ കട്ടിലൊക്കെ ചിലപ്പോൾ നമ്മുടെയൊക്കെ ഇങ്ങനെ ആയിരിക്കും. നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് ആണുങ്ങളുടെയൊക്കെയാണ് ഇങ്ങനെ. നമ്മൾ വലിയ ഡ്രസ്സ് അവിടെ ഇടും, ഇവിടെ ഇടും, മറ്റോടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചൊക്കെ ഇടും. പക്ഷെ സ്ത്രീകൾ കുറച്ചും കൂടി ഇക്കാര്യത്തിലൊക്കെ ഒരു കെയർ ചെയ്യുന്ന ആളാണെന്നാണ് എനിക്ക് തോന്നുന്നില്ലേ. സ്ത്രീകൾ ഒരുപാട് അമ്മമാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. നിങ്ങൾ പറ, ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും വീടൊക്കെ ഇടുവോ? അത്യാവശ്യം അടുക്കിപ്പറക്കി, എത്രയൊക്കെ ജോലി തിരക്കുള്ളവരാണെങ്കിലും അത്യാവശ്യം ഒന്ന് അടുക്കിപ്പറക്കിയൊക്കെ വെക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ, എൻ്റെ ഒരു വിശ്വാസം. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിൽ അങ്ങനെ, അല്ലാതെ ചുമ്മാ ഇങ്ങനെ അങ്ങോട്ട് ഇത്രയും ഒന്നും കാണിച്ചിടത്തില്ല. പക്ഷെ ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോഴത്തേക്ക് അതൊരാൾ വീഡിയോ എടുത്ത് പുറത്ത് വെച്ചപ്പം ഇട്ടപ്പോഴത്തേക്ക് രേഷ്മ പി തങ്കച്ചൻ എന്താ പറയുന്നേ, ആരോ ഒരാൾ കയറി വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങ് പോയി, കേസ് കൊടുക്ക്. ആരോ ഏതെങ്കിലും ഒരാൾ നിങ്ങളില്ലാത്തപ്പോൾ കയറിയിട്ട് ചെയ്തതാണെങ്കിൽ, നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒക്കെ അവിടെ ഉള്ളപ്പോഴായിരിക്കുമല്ലോ പുറത്തുനിന്നുള്ള ഒരാൾ അവിടെ കയറി പണിയാൻ നിൽക്കുന്നത്, വീട് മറ്റേ ഷീറ്റൊക്കെ ഇടാൻ നിൽക്കുന്നത്. അപ്പം അയാൾ ഇത് കണ്ട് ഞെട്ടിയപ്പോഴത്തേക്ക് എടുത്തതാ, അത്രേ ഉള്ളൂ. ഇനി നിങ്ങൾ വേറൊരു കാര്യം അറിഞ്ഞു കാണുമായിരിക്കും, നമുക്ക് അതിലേക്ക് തന്നെ പോവാം. അത് വേറൊന്നുമല്ല, നമ്മുടെ ആ ബോർഡ്, ഇവരുടെ ഈ സുതിരയം എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു നെയിം സാധനം ഉണ്ടല്ലോ, അതിനിടയിൽ സ്പോൺസേർഡ് ബൈ KHDC ആ ഒരു സാധനം എഴുതിയിട്ടുണ്ടായിരുന്നു. അവരത് റിമൂവ് ചെയ്ത് മാറ്റി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫിറോസ് കഴിഞ്ഞ ദിവസം അതുൽ വ്ളോഗ്സിനെ വിളിച്ചിട്ട് അതുലിനോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതൊന്ന് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളെ കാണിക്കാനുണ്ട്. അതുൽ ഭായി, നമ്മുടെ രേഷ്മ തങ്കച്ചൻ്റെ വീടുമായി സംബന്ധിച്ച കാര്യം പറയുകയാണെങ്കിൽ അവിടെ നമ്മളൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, സുതിലയം ഗിഫ്റ്റഡ് ബൈ കേരള ഹോം ഡിസൈൻ KHDC എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് ടൈമിടെ. അത് അന്ന് രേണുവിൻ്റെയും ഒക്കെ നിർബന്ധത്തിൽ തന്നെയാണ് വെച്ചത്. അവർ പറഞ്ഞിട്ടാണ് വെച്ചത്, നിങ്ങൾ എന്തെങ്കിലും ഒരു കയ്യൊപ്പ് കൂടെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചതാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വേറെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളതൊരു പ്രശസ്തിക്ക് വേണ്ടി വെച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ എന്തോത്തിന് വേണ്ടി വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളത് ഇന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ച വന്നപ്പോൾ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വർക്കേഴ്സിനെ പറഞ്ഞു വെച്ചത്. അപ്പോൾ ഒരു സെക്കൻഡേ, രേണു എവിടെയെങ്കിലും അങ്ങനെ പറഞ്ഞോ? ഞാൻ കേട്ടില്ല. നമ്മൾ രേണുവിനെ വിമർശിക്കും, പക്ഷേ എന്ന് വെച്ചിട്ട് കേൾക്കാത്ത കാര്യത്തെ വെച്ച് എനിക്ക് അങ്ങോട്ട് വിമർശിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ എങ്ങും കേട്ടില്ല, കമൻറ്റ് ബോക്സിലും അങ്ങനെ കേട്ടില്ല. അതായത് ആ ബോർഡിൻ്റെ അടിയിൽ സുതിലയം എന്നെഴുതിയ ആ ഒരു ഇതിൻ്റെ അടിയിൽ പവേർഡ് ബൈ KHDC അതിനെ എതിർത്തുകൊണ്ടോ വിമർശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അത് മാറ്റണമെന്നോ ഒക്കെ ഈ രേഷ്മ പി തങ്കച്ചൻ എങ്ങും പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതൊന്ന് പറയണേ കമൻറ്റ് ബോക്സിൽ. ഞാൻ കേട്ടിട്ടില്ല. എന്താണെങ്കിലും ഇദ്ദേഹം പറയുന്നത് നമുക്ക് ബാക്കി കേൾക്കാം. ഈ രേഷ്മയുടെ ഫാദർ അത് റിമൂവ് ചെയ്യാൻ സമ്മതിച്ചില്ല. കുറേ പറഞ്ഞപ്പോൾ ലാസ്റ്റ് പറഞ്ഞ് കിച്ചു സമ്മതിച്ചാലേ റിമൂവ് ചെയ്യാൻ സമ്മതിക്കുള്ളൂ, അത് ഇവിടെ ഇരുന്നോട്ടെ, ഞങ്ങൾക്ക് അത് വേണമെന്നുകൊണ്ട് ഭയങ്കരമായിട്ട് വാശി പിടിച്ചു. പക്ഷെ അത് പൊതുജനങ്ങൾക്ക് അത് അറിയില്ലല്ലോ. അപ്പോൾ നമ്മളെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ കിച്ചുവിനെ വിളിച്ചു, കിച്ചുവായിട്ട് സംസാരിച്ചു. കിച്ചുവിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ അത് നമ്മൾ ഒഴിവാക്കണം, അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ആ ബോർഡ്, നമ്മൾ ആ ബോർഡ് ഒഴിവാക്കിയിട്ട് വെറും സുതിലയം എന്ന് മാത്രം എഴുതിയിട്ടൊരു ബോർഡ് വെച്ചതാന്ന് പറഞ്ഞു. അപ്പോൾ അവർ സമ്മതിച്ചു. പിന്നെ മറ്റുള്ള കാര്യങ്ങളിൽ പറയുകയാണെങ്കിൽ പിന്നെ നമ്മുടെ കേസ് നിയമ നടപടികൾ ഞാൻ അവർക്കെതിരെ സ്വീകരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ എയർപോർട്ടിലുള്ളത്, ദുബായി പോവുകയാണ്. ദുബായി പോയിട്ട് 29th ഞാൻ തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് അവർക്കെതിരെ എൻ്റെ കമ്പനിയെ അപകീർത്തിപ്പെടുത്തിയതിനുള്ള നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഫാദർ നോബിൾ ഫിലിപ്പ് ആൾറെഡി നിയമപരമായിട്ട് അവർക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ പോകുന്നുണ്ട് എന്നാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം ഫാദർ നോബിൾ ഫിലിപ്പ് അദ്ദേഹം മാനനഷ്ട കേസ് കൊടുക്കാൻ പോവുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അതുകൂടാതെ അദ്ദേഹവും ദുബായിലെന്തോ പോവാണ്, പോയിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ കേസ് കൊടുക്കും എന്നാണ് പറയുന്നത്. ഇത്രയൊക്കെ കേസ് താങ്ങുമോ രേഷ്മ പി തങ്കച്ച? ഇതുകൊണ്ടാണോ നിങ്ങളിപ്പോൾ പുതുതായിട്ട് യൂട്യൂബേഴ്സിനെതിരെ ഒന്നും കേസ് കൊടുക്കാൻ മുന്നോട്ട് വരാത്തത്? കാരണം സ്വന്തമായിട്ട് ഇങ്ങനെ പണി മേടിച്ച് ഇൻ്റർവ്യൂ കൊടുത്ത് മേടിച്ച് വെച്ച കേസുകളൊക്കെ അതൊന്നും സോൾവ് ചെയ്യണമല്ലോ. എന്നാലേ പുതുതായിട്ട് ഇനി ആർക്കെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? എന്താണെങ്കിലും സൂപ്പർ ആയിട്ടുണ്ട്. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് രേഷ്മ പി തങ്കച്ചൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് കേൾക്കാം. എന്തായാലും താങ്ക് യു സോ മച്ച് KHDC. അവർ വന്ന് അതിൻ്റെ ലീക്കെല്ലാം ചില്ലിട്ട് തന്നു, ഒരുപാട് നന്ദി. അതല്ലേ വെള്ളം വീണ് നമ്മൾ തെന്നി വീഴത്തില്ല, പിള്ളേരൊക്കെ ഉള്ളതല്ലേ. ഒത്തിരി താങ്ക്സ്, നന്ദി. ആദ്യം അവർ ഭയങ്കരമായിട്ട് വിമർശിച്ചിട്ട് ഇതൊക്കെ ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് വിമർശിച്ചിട്ട് പിന്നെ വന്ന് നിസ്സാരമായിട്ട് അവർ ചെയ്തു തരുന്നു. എന്തുകൊണ്ടായിരിക്കും?
അവരുടെ തോന്നല, അവർക്ക് തോന്നിക്കാണും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നിവൃത്തിയില്ല എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ. എന്നാ ചേച്ചിക്ക് നിവർത്തി ഉണ്ടാവുന്നത്? എനിക്കറിയാൻ പാടില്ല. ചേച്ചി കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചേച്ചിയുടെ മറ്റേ അടുത്ത സുഹൃത്തുക്കളോ ആരെങ്കിലും വെൽവിഷേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറ, എന്നായിരിക്കും ഇവർക്ക് അങ്ങനെ ഒരു ഗതി വരുന്നത്? ആ വീടിൻ്റെ മേളിലെ ഇടവിലൂടെ വരുന്ന വെള്ളം, മറ്റേ ഈ ചാറ്റിലടിച്ച് വീഴുന്ന വെള്ളം അടയ്ക്കാനുള്ള, അതൊന്ന് ക്ലോസ് ചെയ്യാനുള്ള പൈസ പോലും ഇവരുടെ ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. ഇവർ ഈ മറ്റെന്താണ് ഷോർട്ട് ഫിലിം അഭിനയിക്കുന്നു, ആൽബം അഭിനയിക്കുന്നു, എന്താണ് സിനിമ അഭിനയിക്കുന്നു, ഇന്റർവ്യൂകൾ, മറ്റെന്താണ് നമ്മുടെ പിന്നെ വേറൊന്നുണ്ടല്ലോ, ഉദ്ഘാടനങ്ങൾ, ഇതിനൊക്കെ പോയിട്ട് അത് അടയ്ക്കാനുള്ള കാശ് നിങ്ങളുടെ ഇല്ലേ? എങ്ങനെ നിങ്ങൾക്കിരുന്ന് ഇങ്ങനെ എച്ചിത്തരം, ഇങ്ങനെ ദാരിദ്ര്യം പറയാൻ തോന്നുന്നു എൻ്റെ രേണു? അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക, എങ്ങനെ തോന്നുന്നു നിങ്ങൾക്ക്? ചേച്ചി ഒരു കൂലിപ്പണിക്കാരന് പറ്റുമല്ലോ ചേച്ചി, ഒരു കൂലിപ്പണിക്കാരന് ആ ഒരു ചെറിയ ഇച്ചിരി വെള്ളം അടിച്ച് കയറുന്ന ആ ചാറ്റിൽ വീഴുന്നതൊക്കെ അടയ്ക്കാനായിട്ട് ഒരു നോർമൽ ഒരാൾക്ക് പറ്റുമല്ലോ. നിങ്ങൾക്ക് എന്തത്? നമ്മൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റും, നമുക്ക് വേണ്ട, ഓക്കെ, അത് വലിയ അത്യാവശ്യമല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളവിടെ വിടും. അതല്ല, ജീവിതകാലം മൊത്തം ഈ മറ്റുള്ളവരെ ഊറ്റി ജീവിക്കാമെന്നുള്ളൊരു മൂഡിലിരിക്കുവാണോ? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഇവരുടെ ഈ ഒരു പരിപാടിയെ കണ്ടിട്ട് ജനങ്ങളെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അടുത്തൊരു ബൈറ്റും കൂടി ഒന്ന് കണ്ടു. ചെയ്യേണ്ട ഒരു സമയം നമുക്ക് പൈസ ഒക്കെ കുറേ കഴിയുമ്പോൾ ചെയ്യണമെന്ന് തന്നെയായിരുന്നു ഞാൻ. അപ്പോൾ എന്തായാലും അവർ ചെയ്തു തന്നല്ലോ, അപ്പം നമ്മളൊന്നും പറയണ്ട. താങ്ക് യു സോ മച്ച്, അവർക്ക് നന്ദി. ആവോ അറിയില്ല, ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുന്നില്ല. ആവോ അറിയില്ല. ഒന്നും ചിന്തിക്കാതെ വായി തോന്നിയൊക്കെ വന്നിരുന്ന് അങ്ങ് പറയുക. ഒരു സ്ഥാപനത്തെ പറ്റിയും പല ആളുകളെ പറ്റിയും സ്വന്തമായിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാതെ അതൊക്കെ മറ്റുള്ളവൻ്റെ തലയിൽ വെച്ച് കൊടുത്തിട്ട്, അയ്യോ എൻ്റെ ഒന്നുമില്ലേ, ദാരിദ്ര്യമാണ്, തുണി പോലും കരിഷ്മയാണ് മേടിച്ചു തരുന്നത്, വാച്ച് കരിഷ്മയാണ് മേടിച്ചു തരുന്നത്. എൻ്റെ രേഷ്മ പി തങ്കച്ച, കാണുന്നവർ പൊട്ടന്മാരല്ല, അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, എവിടെങ്കിലും കൂലിപ്പണിക്ക് പോകും, ചേച്ചിക്ക് സ്വന്തമായിട്ടൊരു ഡ്രസ്സ് മേടിച്ചിടാൻ പറ്റും. ഇത് ഇങ്ങനെയൊക്കെ പിശുക്കിയിട്ട് എന്നാ കാണിക്കാനാ രേഷ്മ പി തങ്കച്ച? ഞാനിപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്. രേണു സുധിയെ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തി സംസാരിക്കുന്നത് ഞാൻ ഇപ്പോൾ കാണാനിടയായി. അത് കണ്ടുടനെ ഞാൻ ഉറപ്പിച്ചു, ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, ഇത് ഞാൻ എഡിറ്റൊക്കെ ചെയ്ത് അപ്ലോഡിനിട്ടതാണ്. പക്ഷേ ഞാൻ ഉറപ്പിച്ചു, ഞാൻ ഇപ്പോൾ കണ്ട ആ ഒരു വീഡിയോയും കൂടെ എൻ്റെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് ഈ അവസാന ഭാഗത്ത് ഞാൻ അതും കൂടെ ഒന്ന് കയറ്റിവിടുന്നത്. രേണു സുധിയെ സപ്പോർട്ട് ചെയ്തൊക്കെ ആളുകൾക്ക് മുന്നോട്ട് വരാം, ഒരു തെറ്റുമില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. പക്ഷെ പറയുന്ന എല്ലാ കാര്യത്തോടും യോജിക്കാൻ നമുക്ക് പറ്റണമെന്നില്ല. ഈ ലേഡി വന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ, രേണുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ലേഡി പറയുന്ന കുറേ കാര്യങ്ങളോടൊക്കെ ഞാൻ യോജിക്കുന്നു. എന്നാൽ എല്ലാ കാര്യത്തോടും അങ്ങ് യോജിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. എന്താണെങ്കിലും ആ ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കത് കേൾക്കാം. രേണു കൊലപാതകം ചെയ്ത ആളാണോ? എന്തെങ്കിലും മോഷ്ടിച്ച ഒരാളാണോ? നിങ്ങൾ ചിന്തിക്കേ, ഇവിടെ എന്തൊക്കെ ഈ ലോകത്ത് നടക്കുന്നത്? ഒരു സാധാരണ 100 ഗ്രാമേ ഉള്ള കൊച്ചി, കല്ലെറിയുമ്പോൾ ഓർക്കണം, അത് കൊള്ളാനുള്ള ത്രാണി അതിനുണ്ടാകുന്നത്. ജീവിച്ചു പൊക്കോട്ടെ. ഞാൻ അവർ ചെയ്യുന്ന ജോലിയെയോ അവരുടെ ജീവിതത്തെയോ ഒന്നും ഞാൻ അങ്ങനെ ഒന്നും അവർ ചെയ്യുന്ന ജോലിയെ മെയിനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിങ്ങിനെ ഒന്നും ഞാൻ കുറ്റം പറയാൻ നിൽക്കുന്നില്ല. പക്ഷെ ചേച്ചി ഇപ്പം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ആകെ 100 ഗ്രാമേ ഉള്ളൂ, അതിനെ കല്ലെറിയരുത് എന്നുള്ളൊരു കാര്യം. ചേച്ചി 100 ഗ്രാമേ ഉള്ളെങ്കിലും ചിലപ്പോൾ 99 ഗ്രാമും ഈ സാധനമായിരിക്കും, നാക്ക്. ആ നാക്ക് കൊണ്ട് പറയുന്ന പല കാര്യങ്ങളും, പല ഇൻ്റർവ്യൂകളിൽ കയറിയിരുന്ന് പറയുന്ന പല കാര്യങ്ങളും, പലതും തമ്മിൽ ഒരു ആനയും ആടും തമ്മിലുള്ള ഡിഫറൻസാണ്. ഇന്നൊരു ഇൻ്റർവ്യൂവിൽ ഇരുന്ന് പറയുന്ന കാര്യം അടുത്തൊരു ഇൻ്റർവ്യൂവിൽ വന്ന് പറയുമ്പോൾ അത് വേറെ രീതിയിലാണ് പറയുന്നത്. കള്ളങ്ങളായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് സമൂഹത്തിന്. അതുകൊണ്ടാണ് അവരെ വിമർശിക്കുന്നത്. അല്ലാതെ അവരുടെ വീട്ടിൽ ചെന്ന് അവരെ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയിട്ട് നമ്മൾ ആരും അവരെ വിമർശിക്കുകയല്ല. അവരായിട്ട് വന്ന് പല കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ കളവ് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. മനസ്സിലായില്ലേ? പിന്നെ നിങ്ങൾ പറയുന്ന കണക്ക് വലിയ ഇവരൊന്നും അല്ല. ഈ രേണു സുധി എന്ന് പറയുന്ന ആൾ മാത്രമല്ല സമൂഹത്തിൽ ഇത്രയും വലിയ കാര്യങ്ങളൊന്നും അല്ല. ഇവരല്ല ഒന്നും. ഇവരെക്കാട്ടിലും വലിയ തെമ്മാടത്തരങ്ങൾ കാണിക്കുന്ന പല ആളുകളും, എന്ന് വെച്ചാൽ ഇവർ തെമ്മാടത്തരം കാണിക്കുന്നതല്ല, പല വൃത്തികേടുകളും ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷെ ആളുകൾക്ക് കൂടുതൽ ഈ ഒരു രേണു സുധി എന്ന് പറയുന്ന ആളിലേക്ക് നോട്ടം പോകാനുള്ളൊരു കാരണം, അവര് മിക്ക ദിവസങ്ങളും ഇന്റർവ്യൂ കൊടുക്കുന്നു, മിക്ക ദിവസങ്ങളും ഓൺലൈൻ മീഡിയയ്ക്ക് ബൈറ്റുകൾ കൊടുക്കുന്നു, അതിനകത്തൊക്കെ വേറിട്ട പല കാര്യങ്ങൾ പറയുന്നു. ഇത് കാണുമ്പം ചർച്ചാ വിഷയമാവും, വിമർശിക്കും. ബാക്കി കേക്ക്. ദയവായി ഒരു മനുഷ്യജീവി ജീവിച്ചു പോട്ടെ.
അങ്ങനെ മൈൻഡ് നമ്മുടെ ഉള്ളിൽ, എല്ലാവരുടെ ഉള്ളിൽ, സഹോദരങ്ങളെ എന്നെ കാണാൻ നിങ്ങൾ എല്ലാവരും ചിന്തിക്കണം. നമ്മളെല്ലാവരും 100-ൽ 100 മേടിച്ച് സക്സസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ജീവിതം പഠിക്കാൻ തുടങ്ങുന്നതേ ഉള്ളത്, അതിനു മുമ്പ് കല്ലെറിഞ്ഞ് കൊല്ലാതെ അതിനെ. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എല്ലാവരും ശരിയായിട്ടുള്ളവരാണെങ്കിൽ ഓക്കെ. സമൂഹത്തിലുള്ള എല്ലാ ആളുകളും അത്ര ശരിയാണെന്നും ഞാൻ പറയുന്നില്ല. ഞാൻ തന്നെ അത്ര വലിയ മഹാനാണെന്നും ഞാൻ പറയുന്നില്ലേ. പക്ഷേ ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ വഴിയാണെങ്കിലും ഞാൻ വന്നിരുന്ന എൻ്റെ മറ്റേ കുടുംബത്തിനെ പറ്റിയോ നമ്മളൊന്നും പറയുന്നില്ലടേ. മനസ്സിലായോ? അങ്ങനെയൊന്നും നമ്മളാരും ചെയ്യാറില്ല. ഇത് വന്നിരുന്ന് സ്വന്തമായിട്ട് എക്സ്പോസ് ചെയ്യാണ് പല കാര്യങ്ങൾ പറഞ്ഞ്. സുധി 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 ഇത് പറഞ്ഞാൽ എനിക്ക് ഒന്ന് കുഴിയടി കിടക്കുന്ന ആ മനുഷ്യൻ എണീറ്റ് ഓടിക്കണം ചിലപ്പോൾ എങ്ങോട്ടേലും. പല കാര്യങ്ങൾ, അത് മാത്രമല്ല പലതും ഇത്രയും ദിവസം ഈ 1-2 മാസമായിട്ട് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, സ്ഥിരമായിട്ട് ഇവരുടെ ഒരു വിഷയം കാണുന്ന ആളാണെങ്കിൽ അവർക്ക് മനസ്സിലാകും. ഇവരായിട്ട് തന്നെ വന്ന് പല കാര്യങ്ങളും പറഞ്ഞ് അതിനകത്ത് കള്ളങ്ങൾ ഫീൽ ചെയ്യുമ്പോഴാണ് നമ്മളൊക്കെ ചോദ്യം ചെയ്യുന്നത്. ചോദ്യം ചെയ്യുന്നത് തെറ്റില്ലല്ലോ, വിമർശിക്കുന്നത് തെറ്റില്ലല്ലോ, അത്രേ ജയിക്കുന്നുള്ളൂ. അല്ലാതെ ഇവരെ മറ്റേ 100 ഗ്രാമുള്ള ഇവരെ കല്ലെറിഞ്ഞ് കൊല്ലാനൊന്നും നമ്മളില്ല. പിന്നെ നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ കണക്ക് കള്ളനും കൊലപാതകയും ഒക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവരെ ഒന്നും നമ്മൾ ആ ഒരു കാറ്റഗറിയിൽ കൂട്ടുന്നുമില്ല. ഞാൻ പറയുന്നുണ്ടല്ലോ, ഇവരായിട്ട് തന്നെ ഇവരുടെ ജോലി ചെയ്ത് മാന്യമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്ത് അവർ മുന്നോട്ട് പോകട്ടെ. നമ്മളൊക്കെ നമ്മുടെ ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നില്ല, അതേപോലെ അവർ ചെയ്യട്ടെ. പക്ഷേ ഈ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പല കാര്യങ്ങൾ പറയുന്നു, പലരെയും എഴുതി തള്ളാൻ നോക്കുന്നു, മറ്റേ അടിച്ചമർത്താൻ നോക്കുന്നു. അങ്ങനെയുള്ളൊരു പരിപാടി ഇവരുടെ സൈഡിൽ നിന്ന് നടക്കുന്നുണ്ട്. ഇവരുടെ വീടിൻ്റെ കേസിലാണെങ്കിലും കണ്ടല്ലോ നിങ്ങൾ, പല കാര്യങ്ങൾ ഇവരുടെ സൈഡിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് വിമർശിക്കുന്നത്. അല്ലാതെ ഇവരോട് നമുക്ക് യാതൊരു വിധത്തിലുള്ള, എനിക്ക് പ്രത്യേകിച്ച് പേഴ്സണലി ഇവരോട് യാതൊരു ദേഷ്യവും ഇല്ല. അവർ കാണിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് വിമർശിക്കാൻ തോന്നും, അത്രേ ചെയ്യുന്നുള്ളൂ. മനസ്സിലായില്ലേ? പിന്നെ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമൊന്നുമല്ല. പിന്നെ ആളുകൾക്ക് കൂടുതൽ ഇതാണ് ഇഷ്ടം. അതിപ്പം എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ ചേച്ചി? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു, പോകുന്നു, അത്രേ ഉള്ളൂ.